നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി, അതും ഏതാണ്ട് 140ഓളം അവസരങ്ങൾ ലഭ്യമാണ് ഇപ്പോൾ തന്നെ. ആ ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു തസ്തികയിലേക്കാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 തസ്തികകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഉള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ഗ്രാജുവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അവസരവുമുണ്ട്. ഈ അവസരങ്ങളെല്ലാം ആയിരിക്കും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ള ഒരു അവസരമാണ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്നുള്ള പൊസിഷനിലേക്ക്. ഏതാണ്ട് 140 അവസരങ്ങളാണ്. ഇതിൽ ആമുഖമായി ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇത് ആൺകുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു അവസരമുള്ളത്. അപ്പോൾ ഇതിൽ പെൺകുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറയുന്നതിൽ 2 ഓപ്പർച്യൂണിറ്റീസാണ്. ഒന്ന് ജനറൽ ഡ്യൂട്ടി, രണ്ടാമത് ടെക്നിക്കൽ. ഇങ്ങനെ 2 ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ടെക്നിക്കൽ എന്ന് പറയുമ്പം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് പോലെയുള്ള ടെക്നിക്കൽ ബ്രാഞ്ചുകളാണ് അതിൽ ആവശ്യമുള്ളത്. 2 വിഭാഗത്തിലും, ജനറൽ ഡ്യൂട്ടിയിലും ടെക്നിക്കൽ ഡിവിഷനിലും ആൺകുട്ടികൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കാം. അപ്പോൾ ഇത് സെലക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഇവരൊരു പരീക്ഷ നടത്തുന്നുണ്ട്. അതായത് കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ. അപ്പോൾ ഈ കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്ത്, അതിൻ്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും ഈ സെലക്ഷൻ എന്നുള്ള കാര്യം ഓർക്കുക. 140 നമ്പർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണ്. മികച്ച ശമ്പളത്തോടു കൂടി നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സുവർണ അവസരം കൂടിയാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് പഠിക്കാം. എലിജിബിലിറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ കാറ്റഗറി, അതായത് ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്ന കാറ്റഗറി, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസരമാണ്. അതേസമയം ടെക്നിക്കൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഡിവിഷനിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഡിവിഷനുകളെല്ലാം അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെയുള്ള ഇലക്ട്രോണിക്സ് റിലേറ്റഡ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം. ജനറൽ ഡ്യൂട്ടിക്ക് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള എനി ഡിഗ്രി ക്യാൻ അപ്ലൈ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, +2 ലെവലിൽ മാത്സും ഫിസിക്സും പഠിച്ചവരായിരിക്കണം എന്ന് പ്രത്യേകം അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഈ 2 സബ്ജക്റ്റ് നിങ്ങളുടെ +2 ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ വർഷം ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയിട്ടുള്ളവർ, അതായത് 2024-25 വർഷം ഡിഗ്രി ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കും ഇതിന് ഉപാധികളുടെ അടിസ്ഥാനത്തിൽ അപ്ലൈ ചെയ്യാം. ഉപാധികളൊക്കെ അവരുടെ വെബ്സൈറ്റ് നോക്കി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏജ് ലിമിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ, ജൂലൈ 1, 2025 നിങ്ങളുടെ പ്രായം 21-നും 25-നുമായിരിക്കണം. അതായത് ജൂലൈ 1, 2025 25 വയസ്സ് ക്രോസ് ചെയ്യരുത് എന്നുള്ളതാണ് ഏജുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇനി സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞാൽ 5 ലെവലുകളായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ്. ആദ്യത്തെ സെലക്ഷൻ പ്രോസസ്സ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ്. അതായത് കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ. അപ്പോൾ ആ പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതായിരിക്കും ആദ്യത്തെ ലെവൽ. അത് CG CAT എന്ന് പറയുന്ന സംഭവം. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. അതൊരു കമ്പ്യൂട്ടറിൽ നടത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരീക്ഷയായിരിക്കും. അത് ഫെബ്രുവരി 25 ആയിരിക്കും നടക്കുക. അപ്പോൾ 2025 ഫെബ്രുവരി 25 ഈ പരീക്ഷ നടക്കുക. അതിൽ 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ഇല്ല ഇതിനകത്ത് എന്ന് മനസ്സിലാക്കാം. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് 2 മണിക്കൂറായിരിക്കും ഉള്ളത്. ശരി ഉത്തരങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഒരു തെറ്റുത്തരത്തിന് -1 കൊടുക്കും. അതായത് ഒരു തെറ്റുത്തരം വന്നാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് 1 മാർക്ക് നഷ്ടപ്പെടും. ഒരു ഉത്തരം ശരിയായാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ രീതിയിലുള്ള നെഗറ്റീവ് മാർക്കുള്ള കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ അതിനകത്ത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ലോജിക്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, ഇതൊക്കെ അതിനകത്ത് വന്നേക്കാം. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻകൂട്ടി ചെയ്യാൻ പറ്റുന്നത്, ഈ കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടി, CG CAT വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മുൻകൂട്ടി ഒന്ന് നടത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് സഹായകമായേക്കാം എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർക്കുക. അപ്പോൾ ആദ്യത്തെ ലെവൽ CG CAT എന്ന് പറയുന്ന ഈ ഒരു അഭിരുചി പരീക്ഷയായിരിക്കും. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയായിരിക്കും. മാർക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ, ഇതിൽ സെലക്റ്റഡ് ആകുന്നവർക്ക് രണ്ടാമത് ഒരു പ്രിലിമിനറി ഒരു സെലക്ഷൻ ബോർഡ് ഉണ്ടാവും. അതായത് അതൊരു ചെറിയ എക്സാം പോലെ തന്നെയുള്ള കാര്യമാണ്. PSB എന്ന് പറയും,
പ്രിലിമിനറി സെലക്ഷൻ ബോർഡ്, കോസ്റ്റ് ഗാർഡ് അവരുടെ സെലക്ഷന് വേണ്ടി നടത്തുന്ന ഒരു അഭിരുചി പരീക്ഷയാണ് പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് എന്ന് പറയുക. അപ്പോൾ ഈ പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് പരീക്ഷയായിരിക്കും രണ്ടാമത്തെ ലെവൽ. അതൊരു കാര്യം പ്രത്യേകം ഓർക്കുക, CGCAT എക്സാം ക്ലിയർ ചെയ്തവർക്ക് മാത്രമാണ് ഈ PSB എക്സാം രണ്ടാമത്തെ എക്സാം വരിക. അതിൽ കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട അവരുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാം. മൂന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ബയോമെട്രിക് വെരിഫിക്കേഷനാണ്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റുകൾ ഇതെല്ലാം വെരിഫൈ ചെയ്യുക, നിങ്ങളുടെ ഐറിസ് ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഒരുപക്ഷെ വെരിഫൈ ചെയ്തേക്കാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള നമ്മൾ ആധാറിൻ്റെ ഒക്കെ വെരിഫിക്കേഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. അതായത് ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തമ്പ് ഇംപ്രഷനും ഐറിസ് റെക്കഗ്നീഷനും ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ബയോമെട്രിക്കിൻ്റെ ഭാഗമായിട്ട് എടുക്കുക. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യുന്ന ഒരു ഘട്ടമായിരിക്കും അടുത്ത ഘട്ടം, അതായത് PSBക്ക് ശേഷമുള്ള ഘട്ടം. പിന്നെ അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ലാസ്റ്റ് ലെവൽ ഒരു എക്സാം കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ നടക്കുക. ഇതിനു ശേഷം നിങ്ങൾക്കൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കോസ്റ്റ് ഗാർഡ് ആയതുകൊണ്ട് തന്നെ ഒരു അർദ്ധ സൈനിക വിഭാഗം പോലെ തന്നെ അതിന് നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 157 സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം മിനിമം. 157 സെൻറ്റിമീറ്റേഴ്സാണ് അവർക്ക് മിനിമം വേണ്ട ഉയരം. അപ്പം പലരും കരുതിയിരിക്കുന്ന പോലെ 165 മുകളിലേക്ക് വേണമല്ലേ, 170 അങ്ങനെയൊന്നുമില്ല. 157 സെൻറ്റിമീറ്റേഴ്സ്. അത് ആൺകുട്ടികളെ സംബന്ധിച്ച് അത് വലിയൊരു കടമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്കവാറും ആൺകുട്ടികൾക്ക് ഒരു 80%, 90% മുകളിൽ ആൺകുട്ടികൾക്ക് ഈ 157 എന്ന് പറയുന്ന നമ്പർ എത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്റേഴ്സ് ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. നെഞ്ചളവിൻ്റെ വികാസം, അതായത് ശ്വാസം വിട്ട് സാധാരണ അവസ്ഥയിൽ ഇരിക്കുന്നതിൽ നിന്നും 5 സെൻറ്റിമീറ്റർ നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ വികസിപ്പിക്കാൻ പറ്റണം ചെസ്റ്റ്. അപ്പോൾ അത് 5 സെൻറ്റിമീറ്റേഴ്സാണ്. അതുപോലെ തന്നെ വിഷൻ, ഐസൈറ്റ് നമുക്ക് കറക്റ്റഡ് വിഷൻ പറ്റില്ല. കറക്റ്റഡ് അല്ലാതെ തന്നെ ഗ്ലാസ്സുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് ഫുൾ വിഷൻ അത് എത്രയാണെന്നൊക്കെ ഉള്ളത് നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് സാലറി അവർ പറയുന്നത് ഏതാണ്ട് 56,100 റുപ്പീസാണ്. 56,100 രൂപയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഈ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിലും കുറേയധികം പ്രത്യേകതകളുണ്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ കയറി വേണം അപ്ലൈ ചെയ്യാൻ. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഫോട്ടോഗ്രാഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ബർത്ത് ഇയർ പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്. അത് ഏതെങ്കിലും ബർത്ത് ഡേറ്റ് പ്രൂവ് ചെയ്യുന്നതാകാം, പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ പോലുള്ള വാലിഡ് ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൂടാതെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ, അവർ പറഞ്ഞ മാതൃകയിൽ തന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ എടുത്ത് അതും അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ID പ്രൂഫ്, നിങ്ങളുടെ ഒരു അഡ്രസ്സ് പ്രൂഫ്, നിങ്ങളുടെ അല്ലെങ്കിൽ അഡ്രസ്സും നിങ്ങളുടെ പേരും ഒക്കെ തെളിയിക്കുന്ന ഒരു ID പ്രൂഫ്, ഒരു ഗവൺമെൻറ് ഇഷ്യൂഡ് ID പ്രൂഫ് അറ്റാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ലൈവ് ഇമേജ് അവർ ക്യാപ്ചർ ചെയ്യും. അതായത് ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ തന്നെ ആ ഡിവൈസിൽ നിങ്ങൾക്കൊരു ക്യാമറ പെർമിഷൻ കൊടുക്കണം. അതായത് മൊബൈൽ ഡിവൈസോ ലാപ്ടോപ്പോ ഒക്കെ ആണെങ്കിൽ അതിലെ ക്യാമറ യൂസ് ചെയ്ത് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്ത് അതും കൂടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇവർക്കുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ December 24 അതായത് 5:30 December 24 5:30 നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറയുന്ന പൊസിഷൻ ഏതാണ്ട് 50,000 മുകളിൽ സാലറി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്ന ഒരു പൊസിഷനാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗമാകാനായിട്ടുള്ള ഒരു മികച്ച അവസരമാണ്. ഒന്നിലധികം പരീക്ഷകൾ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ കോസ്റ്റ് ഗാർഡിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം. അത് കൂടാതെ അവരുടെ ഒരു അഭിരുചി പരീക്ഷ വേറെ എഴുതണം. ഫൈനൽ ഒരു ടെസ്റ്റ് ഉണ്ട്. കുറേയധികം ടെസ്റ്റ് പ്രോസസ്സുകളുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. ഇങ്ങനെ കുറേയധികം കടമ്പകൾ നമുക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു സ്വപ്നം ഒരു പാരാമിലിറ്ററി അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ് പോലത്തെ അല്ലെങ്കിൽ നേവൽ റിലേറ്റഡ് ഒരു ജോബൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരത്തിന് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. 140 അവസരങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്ലസ് പോയിൻ്റ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ വലിയ നിലയിൽ നിങ്ങൾ എത്തിക്കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഒരു ഡിഗ്രി ഹോൾഡറാണ്, 60% മാർക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ബിടെക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മേഖല ബ്രാഞ്ചുകളിലുള്ള ഒരു വിദ്യാർത്ഥിയാണ്, 60% മാർക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും 2 അതിലധികമോ വീഡിയോസ് ഞാൻ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, കരിയർ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചില എഡ്യൂക്കേഷണൽ ടിപ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.